സപ്ലൈകോയുടെ റംസാൻ ഈസ്റ്റർ ഉത്സവ ചന്തകൾക്ക് തുടക്കമായിട്ടും സാധനങ്ങളില്ല. 13 സബ്സിഡി സാധനങ്ങളിൽ തിരുവനന്തപുരത്തെ ചന്തകളിൽ 5 ഇനങ്ങൾ മാത്രമാണുള്ളത്. കൊച്ചിയിൽ 3 ഇനങ്ങളും മാത്രമാണ് ശേഷിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസും ഒപ്പം കൊച്ചിയിൽ നിന്ന് കിരൺ കുമാറും ചേരുന്നുണ്ട്. ആദ്യം ടിൻഡുവിലേക്കാണ് പോകുന്നത്. ടിൻഡു, ആദ്യം തന്നെ ഈ 13 സബ്സിഡി സാധനങ്ങൾ എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയതാണ് സർക്കാർ. അതും ഇല്ല ഒരു സപ്ലൈകോയിലും. ഇപ്പോൾ ഉത്സവ സീസൺ ആയപ്പോൾ എല്ലാ ട്രാക്കുകളും കാലിയാണ് മിക്ക സപ്ലൈകോകളിലും കാണാൻ കഴിയുന്നതും. തീർച്ചയായും രജനി സൂചിപ്പിച്ച പോലെയാണ് സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ഭക്ഷ്യവകുപ്പിന്റെ പ്രഖ്യാപനങ്ങൾ ഫയലുകളിൽ മാത്രം ഒതുങ്ങിയ കാഴ്ച. സംസ്ഥാനത്ത് ഉത്സവകാലത്തോടനുബന്ധിച്ച് സാധനങ്ങൾ വില കുറച്ച് നൽകുമെന്നായിരുന്നു ഭക്ഷ്യവകുപ്പിന്റെ പ്രഖ്യാപനം. പക്ഷേ ഈ 13 സാധനങ്ങൾക്ക് പുറമെ ഉള്ള സാധനങ്ങൾ വില കുറച്ച് നൽകാമെന്ന് പ്രഖ്യാപിച്ചിരുന്ന സാധനങ്ങൾ പോലും ഇപ്പോൾ വിപണിയിൽ ലഭ്യമല്ല. മുളക് 300 രൂപയാണ് സാധാരണ വില, അത് 275 രൂപയ്ക്ക് നൽകാമെന്ന്. ഗ്രീൻ പീസ്, വെള്ളക്കടല, പഞ്ചസാര, പയറ്, ഉഴുന്ന്, പരിപ്പ് തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങളും ഭക്ഷ്യസാധനങ്ങളും എല്ലാം ഈ സപ്ലൈകോയുടെ പുറത്ത് സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റിക്കറിൽ മാത്രമാണ് കാണാൻ സാധിക്കുക. സഞ്ചിയിൽ നിറയ്ക്കാനൊന്നുമില്ല. വരുന്നവരൊക്കെ കാലി സഞ്ചിയുമായി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ മുൻഗണനാ വിഭാഗം കാർഡുകാർക്ക് ഉൾപ്പെടെ നൽകുന്നത് 1/2 കിലോ ഉഴുന്നും 1/2 കിലോ പയറും 1/2 കിലോ മല്ലിയും മാത്രമാണ്. ബാക്കിയുള്ള സാധനങ്ങൾ വന്നിട്ട് അറിയിക്കാമെന്നാണ് സപ്ലൈകോയുടെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായിട്ടു, അല്ലെങ്കിൽ സപ്ലൈകോയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ്. നമുക്കറിയാം, മാധ്യമപ്രവർത്തകർക്ക് ഒരുപക്ഷെ ഈ സപ്ലൈകോയ്ക്കകത്ത് കയറി ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ തവണ ഈ വാർത്തകളൊക്കെ വലിയ വിവാദമായപ്പോൾ സപ്ലൈകോ ഡയറക്ടർ തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങൾക്ക് അകത്ത് കയറി ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കും. പക്ഷേ അതേസമയം നമ്മൾ ഈ ദൃശ്യങ്ങൾ പകർത്താനല്ലാതെ സപ്ലൈകോയ്ക്ക് അകത്ത് കയറുകയാണെങ്കിൽ സോപ്പ് പൊടി, സർഫ്, അങ്ങനെയുള്ള ഡിറ്റർജന്റ് പോലുള്ള സാധനങ്ങൾ മാത്രമേ സപ്ലൈകോയ്ക്ക് അകത്തുള്ളൂ. അരി പോലും, ഒരുപക്ഷെ അരി, അങ്ങനെയുള്ള മനുഷ്യന് അത്യാവശ്യ ഘട്ടങ്ങളിൽ കഴിക്കാനുള്ള ഭക്ഷ്യസാധനങ്ങളൊന്നും സപ്ലൈകോയ്ക്ക് അകത്തില്ല. നിലവിൽ കെ റൈസ് എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ഇറക്കിയ ജയ അരി മാത്രമാണ് സബ്സിഡി അരിയായിട്ടും ഈ കെ റൈസ്, ശബരി കെ റൈസുമായിട്ട് നൽകുന്നത്. ഈ കെ റൈസ് എന്ന പേരിൽ സബ്സിഡി അരിയാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. നേരത്തെ സബ്സിഡിയിൽ ഇരുന്ന അരി കെ റൈസിന്റെ കിറ്റിൽ നിറച്ച് കെ റൈസ് എന്ന് കൊടുക്കും. അതോടൊപ്പം തന്നെ കിറ്റിൽ നിറയ്ക്കാത്ത അരി സബ്സിഡി അരിയായിട്ടും കൊടുക്കും. അപ്പോൾ ഒരിനം അരി മാത്രമാണ് സപ്ലൈകോയിൽ ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ രൂക്ഷമായൊരു പ്രതിസന്ധിയാണ് നിലവിലിപ്പോൾ സപ്ലൈകോയിൽ ഉണ്ടായതെന്ന് വേണം പറയാൻ. ഈ ടെൻഡർക്കാർക്ക് കുടിശ്ശിക യഥാസമയം നൽകി തീർക്കാത്തതാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി വരാൻ കാരണം. പഞ്ചസാരയുടെ ടെൻഡർ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും 2 ഘട്ട കുടിശ്ശിക ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ പഞ്ചസാര ഔട്ട്ലെറ്റുകളിൽ വിതരണം ചെയ്യാൻ സാധിക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതായിരുന്നു ഈ ടെൻഡറുകാർ. അതോടൊപ്പം തന്നെ ഭക്ഷ്യവകുപ്പിന്റെ കീഴിൽ വരുന്ന ത്രിവേണി, അതോടൊപ്പം തന്നെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ, ഇവിടെയെല്ലാം സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഭക്ഷ്യസാധനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വില കുറച്ചുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നില്ല, അരി ലഭിക്കുന്നില്ല, അതുപോലുള്ള സാധനങ്ങളൊന്നും ലഭിക്കാത്തൊരു ഘട്ടം തന്നെയാണ്. ഒരുപക്ഷെ ധനവകുപ്പും ഭക്ഷ്യവകുപ്പും തമ്മിലൊരു പ്രതിസന്ധി അല്ലെങ്കിൽ അത്തരത്തിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഫണ്ട് അനുവദിച്ചു കിട്ടുന്നതുമായിട്ടുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഭക്ഷ്യവകുപ്പ് ധനവകുപ്പിന്റെ ഇത്തരത്തിലുള്ള വീഴ്ച മറച്ചു വെച്ചുകൊണ്ട് ഓപ്പൺ മാർക്കറ്റിൽ വന്ന ഒരു വ്യത്യാസമാണ് ഒരുപക്ഷെ സപ്ലൈകോകളിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കാത്തതാണ് ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം. എന്തായാലും നിലവിലിപ്പോൾ തിരുവനന്തപുരത്തെ സപ്ലൈകോകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റുകളിൽ പോലും 5 സാധനങ്ങളിൽ താഴെയാണുള്ളത്. വരുന്നവരെല്ലാം കാലി സഞ്ചിയുമായിട്ട് തിരിച്ചു പോകുന്ന കാഴ്ച തന്നെയാണ്. മാത്രമല്ല ടിൻഡു, നമ്മൾ രാവിലെ എടുത്തപ്പോഴൊക്കെ തന്നെ ഈ ജനങ്ങളുടെ പ്രതികരണം നേടിയിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട് 1 കിലോ തരുമെന്ന് പറഞ്ഞിട്ട് 1/2 കിലോയാണ് കിട്ടുന്നത്. ഈ 5 അംഗ കുടുംബമുള്ള വീട്ടിൽ 1/2 കിലോ സാധനം കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസം പോലും തികയില്ല. അത്രയ്ക്കൊരു അരക്ഷിതാവസ്ഥയാണ് ഈ സപ്ലൈകോകളിലൊക്കെ തന്നെ നിലനിൽക്കുന്നത്. ഇതൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടും ഭക്ഷ്യവകുപ്പിന് അനങ്ങാപ്പാറ നയം തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ സാധനങ്ങൾ, നിലവിൽ സബ്സിഡി കൊടുക്കുന്ന സാധനങ്ങളുടെ അളവ് കുറച്ച് അധിക വിലയ്ക്കാണ് നൽകുന്നത്. 1 കിലോ പയറിന് 98 രൂപയാണ്, 1 കിലോ ഉഴുന്നിന് അതിലും കൂടുതലാണ്, ഏതാണ്ട് 100 രൂപയ്ക്ക് അടുത്താണ്. അപ്പോൾ ഇതിൽ സബ്സിഡി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഡിസ്കൗണ്ട് നൽകാതെ, കാർഡുകൾക്ക് ഡിസ്കൗണ്ട് നൽകാതെ 1/2 കിലോ അളവിലാണ് കൊടുക്കുന്നതെങ്കിലും അതേ വിലയ്ക്ക്, അതായത് നിലവിൽ മാർക്കറ്റിലുള്ള അധിക വില ഈടാക്കിയത് കൊണ്ട് തന്നെയാണ് സപ്ലൈകോ സാധനങ്ങളുടെ വില നിശ്ചയിച്ചിരിക്കുന്നത്.
നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിലവിലുള്ള സാധനങ്ങൾ എത്രയും കുറച്ച് കൊടുക്കുക എന്നത് മാത്രം ഒരു നയം മാത്രമാണ് ഇപ്പോൾ സപ്ലൈകോയുടെ ഭാഗത്ത് നിന്നായിരിക്കുന്നത്. അരി ആയാലും 5 കിലോ കൊടുക്കേണ്ട സ്ഥാനത്ത് ഒരുപക്ഷെ 3 കിലോ അരി കൊടുക്കുന്നു. പയറ്, ഉഴുന്ന്, കടല അതുപോലുള്ള ധാന്യങ്ങൾ അതുപോലുള്ള പയറുവർഗ്ഗ സാധനങ്ങൾ 1 കിലോ കൊടുക്കേണ്ട സ്ഥാനത്ത് 1/2 കിലോയ്ക്ക് താഴെ കൊടുക്കുന്നു. പിന്നീട് മുളക്, മഞ്ഞ അതുപോലുള്ള സാധനങ്ങൾ, മല്ലി അതുപോലുള്ള സാധനങ്ങൾ മുളക് കൊടുക്കുന്നില്ല, മല്ലി മാത്രം 1/2 കിലോ കൊടുക്കുന്നു. അത്തരത്തിലുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇങ്ങനെ വില കൂട്ടി അതുപോലെ തന്നെ അളവിൽ കുറച്ചാണ് കൊടുക്കുന്നത്. പഞ്ചസാര ഒരു സപ്ലൈകോയിലും തീരെ ഇല്ല, പഞ്ചസാര തീരെ ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥയിൽ കൂടെയാണ് സപ്ലൈകോകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഞായറാഴ്ച ഈസ്റ്ററായി, അത് കഴിഞ്ഞ് വിഷു, അത് കഴിഞ്ഞ് റംസാൻ. അപ്പോൾ കൂടുതൽ ഒരു വലിയൊരു ഉത്സവകാലം നിലനിന്നിട്ട് പോലും ഇത്തരത്തിൽ വില കുറച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ നിലവിൽ കൊടുക്കുന്ന സാധനങ്ങൾ കൃത്യമായി കൊടുക്കാനോ സപ്ലൈകോയ്ക്ക് കഴിയുന്നില്ല.